हरि ओम श्री गुरुभ्यो नमः। ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ओम श्री महात्रिपुरसुन्दर्यै नमः. സൗന്ദര്യലഹരി നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 70ാമത്തെ ശ്ലോകം. മംഗളശ്ലോകം ചൊല്ലാം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. 70ാം ശ്ലോകം. മൃണാളീ മൃദ്വീനാം തവ ഭുജലതാനാം ചദസൃണാം ചതുർഭിः സൗന്ദര്യം സരസിജഭവസ്തൗദിവദനൈः നഗേഭ്യः സന്ദ്രസ്യन् പ്രഥമമദനാദന്ധകരിപോ ചതുർണാം ശീർഷാണാം സമമഭയഹസ്താർപ്പണധിയാം. സരസിജഭവ ബ്രഹ്മാവ് പ്രഥമമഥനാൻ പൂർവകാലത്തിലെ തൻ്റെ 5ാമത്തെ ശിരസ് നുള്ളിക്കളഞ്ഞതിനാൽ, അതായത് ബ്രഹ്മാവിൻ്റെ ശിരസ് മഹാദേവൻ നുള്ളിക്കളഞ്ഞിട്ടുണ്ട് പണ്ടൊരു കളവ് പറഞ്ഞതിനാൽ. ശിവഭഗവാന്റെ അറ്റം കാണാൻ വേണ്ടി ബ്രഹ്മാവും വിഷ്ണുദേവനും ഒരാൾ താഴോട്ടേക്കും ഒരാൾ മുകളിലോട്ടേക്കും പോയി. അപ്പോൾ അവിടുന്ന് കുറേ പോയിട്ടും അറ്റം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു കൈതപ്പൂ താഴോട്ടേക്ക് പതിക്കുന്നുണ്ടായി. ഭഗവാൻ അർച്ചിച്ചതാണ്, അത് താഴോട്ടേക്ക് വരുന്നത്. അപ്പോൾ കണ്ടു പറഞ്ഞിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, കണ്ടു എന്ന് പറഞ്ഞു, ഭഗവാനോട് വന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ടില്ല എന്ന് ഭഗവാൻ അറിയാം. അപ്പോഴേ ആണ് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഒരു തല, 5 തലയുണ്ടായിരുന്നു അത്രേ മുന്നേ. അപ്പോൾ ഒരു തല നുള്ളിക്കളഞ്ഞതാണ് അത്രേ. അതാണ് ഇവിടെ പറഞ്ഞത്. 5ാമത്തെ ശിരസ് അതിനുശേഷം ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് നുള്ളിക്കളഞ്ഞ് കൈതപ്പൂവ് പിന്നെ പൂജക്ക് എടുക്കാതെയായി. രണ്ടുപേരും കളവ് പറഞ്ഞല്ലോ. 5ാമത്തെ ശിരസ് നുള്ളിക്കളഞ്ഞതിനാൽ അന്ധകരിപോ പരമശിവൻ്റെയും നഗേഭ്യ കൈനഖങ്ങളിൽ നിന്ന് സന്ദ്രസ്യൻ ഭയപ്പെടുന്നവനായിട്ട്, അതായത് ബ്രഹ്മാവ് ഭഗവാന്റെ മഹാദേവൻ്റെ കൈനഖങ്ങളിൽ നിന്ന് ഭയപ്പെടുന്നു, ശിരസ് നുള്ളിക്കളഞ്ഞല്ലോ, അത് കാരണം. ചതുർണാം ശീർഷാണ മറ്റു 4 ശിരസുകൾക്കും സമം ഏകകാലത്തിൽ അഭയഹസ്താർപ്പണധിയ അഭയഹസ്തത്തെ ദാനം ചെയ്യണമെന്നുള്ള സങ്കല്പത്തോടുകൂടി ചതുർഭിഹി വദനൈഹി 4 മുഖങ്ങളെ കൊണ്ടും തവ നിന്തിരുവടിയുടെ മൃണാളി മൃദ്വീനാം താമരവളയം പോലെ മാർദ്ദവമേറിയ ഭഗവതിയുടെ മാർദ്ദവമേറിയ ചതുസൃണാം ഭുജലതാനാം 4 തൃക്കൈവല്ലികളുടെ, അമ്മയ്ക്ക് 4 കൈകളാണല്ലോ, സൗന്ദര്യത്തെ സ്തുതിക്കുന്നു എന്ന് പറയുന്നു. അല്ലയോ ഭഗവതി, ബ്രഹ്മദേവൻ തൻ്റെ 5ാമത്തെ ശിരസിനെ പൂർവകാലത്തിൽ നുള്ളിക്കളഞ്ഞതു നിമിത്തം പരമശിവന്റെ നഖങ്ങളിൽ നിന്ന് ഭീതനായിട്ട് മറ്റു 4 ശിരസുകളിലും നിന്തിരുവടി ഏകകാലത്തിൽ തന്നെ അഭയഹസ്തത്തെ അർപ്പിച്ചനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി താമരവളയങ്ങൾ പോലെ മൃദുലമായി ഇരിക്കുന്ന നിന്തിരുവടിയുടെ 4 തൃക്കൈകളുടെയും സൗന്ദര്യത്തെ 4 മുഖങ്ങൾ കൊണ്ട് ഏകകാലത്തിൽ സ്തുതിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഇനിയുള്ള തലയെങ്കിലും സൂക്ഷിച്ചു വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഭഗവതിയെയാണ് സ്തുതിക്കുന്നത്. ആ ഭഗവതിയുടെ 4 തൃക്കൈകളെയും സൗന്ദര്യത്തെയും മൃദുലമായ ദേവിയുടെ കൈകളെ ആ 4 മുഖങ്ങൾ കൊണ്ട് ഏകകാലത്തിൽ സ്തുതിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.